ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, നമുക്കിന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരൻ്റെ റെസിപ്പി നോക്കിയാലോ? ചിലരൊക്കെ ചെയ്യുന്നതായിരിക്കും, എന്നാലും കാണിച്ചു തരാട്ടോ. അപ്പോൾ അതാ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പം നമ്മളിന്ന് എടുത്തിരിക്കുന്നത് കണ്ടല്ലോ, ഒരു 3 സവോളയാണേ. അപ്പം എന്തായാലും സവോളയൊക്കെ നമ്മുടെ വീടുകളിൽ കാണാതിരിക്കത്തില്ലല്ലോ, എത്രയൊക്കെ ആണെങ്കിലും. അതായത് ഈ പച്ചക്കറിയൊക്കെ കുറവുള്ള സമയത്തെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പോലെയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴിയാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ സവോള 3 എണ്ണവും നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ എന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയല്ല, ഒരുപാട് നൈസും അല്ല, ആ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി നീളത്തിൽ തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചട്ടിയിലേക്ക് ഇടുമ്പോഴത്തേക്കും എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാണ്ടങ്ങ് വഴന്നങ്ങ് പോകും. അപ്പോൾ അതിനേക്കാൾ നല്ലതാണ് ഇത്തിരി വലുതായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഇതൊന്ന് അരിഞ്ഞിട്ടുണ്ടല്ലോ, അതിനെ ഒന്ന് മാറ്റി അതായത് ഓരോന്നായിട്ട് ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ കട്ട പിടിച്ച് കിടക്കുമല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, സാധാ രീതിയിൽ. ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ സവോളയൊന്ന് മാറ്റി വെച്ചിട്ട് അതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കണം. അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങയും ഒരു നുള്ള ജീരകവും 2 പച്ചമുളകിന് പകരം കാന്താരി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ പോയിട്ട് എന്താ പറയുക, ഇത്തിരി മഞ്ഞപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചിരകിയ സമയത്ത് ഇത്തിരി അടർന്നു വന്നേ, അതുകൊണ്ടാട്ടോ ഇങ്ങനെ ഈ വല്ലാണ്ട് കിടക്കുന്നത്. അപ്പോൾ ചതച്ചെടുക്കുമ്പോൾ അത് ശരിക്കും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളി ചേർത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ സവോള നമ്മൾ തോരനായിട്ട് വെക്കുന്ന കാരണം തന്നെ ഉള്ളി പ്രത്യേകിച്ച് ചേർക്കേണ്ട കാര്യമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റിന് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ പരുവത്തിൽ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കടായിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളാം. അപ്പോൾ കുറച്ച് എന്താ പറയുക, കടുകിട്ട് കൊടുത്തോണം. പിന്നെ നമ്മുടെ സാധാരണ പോലെ തന്നെ ഇത്തിരി ചുവന്ന മുളക്, കറിവേപ്പില, പിന്നെ ഇത്തിരി ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നുള്ള അരിമണി ചേർത്തിട്ടുണ്ട്. നല്ല രുചിയാണ് അരി പൊട്ടിച്ചൊക്കെ ഇടുമ്പോൾ നമ്മുടെ തോരൻ്റെ കൂടെ. അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മതിയാവും. എന്തായാലും കടുകിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത്തിരി അരിമണി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പോൾ അതിന് ശേഷം ബാക്കി കറിവേപ്പിലയും നമ്മുടെ എന്താ പറയുക ചുവന്ന മുളകും അങ്ങനെയുള്ളതൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ചുവന്ന മുളകാണെങ്കിലും തോരൻ വെക്കുമ്പോൾ ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ആ മുളക് കടുക് പൊട്ടിക്കുമ്പോൾ നമ്മുടെ ആ ചോറുണ്ടുന്ന സമയത്തൊക്കെ നമ്മുടെ ഈ മുളകൊക്കെ കടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അതുകൊണ്ട് മാത്രം ഇട്ട് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ ഇട്ട് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ ഇട്ട് കൊടുക്കാറില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ അരപ്പ് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നാന്ന് വെച്ചാൽ സവോളയുടെ ഒപ്പം തന്നെ നമ്മുടെ അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അരപ്പും സവോളയും കൂടെ ഒരുമിച്ച് വെന്ത് വരുന്ന സമയത്ത് വല്ലാണ്ടങ്ങ് കുഴഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഈ അരപ്പ് തന്നെ ഇട്ട് നമ്മൾ അതിൻ്റെ ഒരു പച്ചമണം മാറ്റിയെടുക്കുകയാണെങ്കിൽ അതൊരു വേറൊരു രുചിയാണ്. അതോടൊപ്പം തന്നെ സവോള വേവാനാകുമ്പോൾ അധികം നേരവും വേണ്ടല്ലോ. അപ്പോൾ ഇത് ആദ്യം മൂത്ത് കിട്ടുവാണെങ്കിൽ അത്രയോടെ എളുപ്പമാവത്തില്ലേ, അതുകൊണ്ട്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ചേർക്കാം, നിർബന്ധമൊന്നുമില്ല. പിന്നെ തോരനായതുകൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് നമ്മളങ്ങനെ ഉണ്ടാക്കുന്നില്ലാത്തത് കൊണ്ട് സവോള ഇട്ട് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താലും മതി. പിന്നെ ഞാനൊരു പണി കാണിച്ചതെന്നറിയാമോ, ആ അരപ്പ് എടുത്ത പാത്രത്തിനകത്ത് ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച കാരണമാണ് അവിടെ ഇത്തിരി ഒരു കുഴച്ചിൽ പോലെ വന്നത്. കുഴപ്പമില്ല, നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ അരപ്പൊന്ന് റെഡിയായി വന്നിട്ടുണ്ടേ, എന്ന് വെച്ചാൽ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആ സമയത്ത് നമ്മുടെ സവോള ഒന്ന് ഇട്ട് കൊടുത്തോണ്ടാൽ മതി കേട്ടോ. ഇനി ഈ സവോള ഉണ്ടല്ലോ, ഇതുപോലെ തന്നെ അരിഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്തിരി ചെറുതായിട്ട് അരിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ടങ്ങ് കുഴഞ്ഞു പോയി കഴിയുമ്പം കട്ട പിടിച്ച് പോലെ കിടക്കുക. അപ്പോൾ ഇങ്ങനെ അരിയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഇത്തിരി വലുതായിട്ട് കിടക്കുമ്പോൾ ഇത്തിരി വെവ്വേറെ കിടക്കുമല്ലോ. അതാണല്ലോ തോരന് കാണാനൊരു സ്റ്റൈലുള്ളത്. കാരണം വെച്ചാൽ നമ്മൾ എന്ത് കറി വെച്ചാലും കാണാനും കൂടെ കുറച്ചൊക്കെ നമ്മൾ നോക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് ഒരുപാടൊന്നും ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പ് മതിയാവും കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ വേവിക്കുന്ന സമയത്ത് എന്താ പറയുക, വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. സവോളയ്ക്ക് ആ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ തന്നെ ആവശ്യമുള്ള വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളം നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം, ലോ ഫ്ലെയിമിലിട്ടിട്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം തുറന്ന് വെച്ചും കൂടെ വേവിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഉപ്പിട്ട് കൊടുത്തൊന്ന് തട്ടിപ്പൊത്തി നമുക്ക് വെച്ചേക്കാം കേട്ടോ. അതെ, നമ്മുടെ തോരനുണ്ടല്ലോ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്നൊക്കെ നോക്കിയിട്ടുണ്ടേ. അപ്പം നല്ല സെറ്റപ്പായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ കുഴഞ്ഞു പോവും. അതുകൊണ്ട് അപ്പോൾ ഇതിനെ ഒന്ന് തോർത്തിയിട്ട് വേണമെങ്കിൽ 1-2 മിനിറ്റൊക്കെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതല്ല, കടായിക്ക് നല്ല ചൂടുള്ളപ്പോൾ ആ ഒരു ചൂടിലിരുന്ന് വെന്താലും മതിയാവും. അത് നോക്കിയിട്ട് ഓവറായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കുഴഞ്ഞു പോകത്തില്ലേ.
അങ്ങനെ അപ്പോൾ എന്തായാലും ഒരു 2-3 മിനിറ്റ് കൂടെ ഇങ്ങനെ തന്നെ അവിടെ ഒന്ന് തോർത്തി അവിടെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞും കൂടെ നമുക്കൊന്നുകൂടെ നോക്കാം. അങ്ങനെ നമ്മുടെ തോരൻ്റെ വേവൊക്കെ നല്ല പാകമായിട്ട് നല്ല സെറ്റപ്പായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണാനൊക്കെ അടിപൊളിയല്ലേ, നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ തോരനൊക്കെ കൂട്ടി ഒരു വയറ് നിറച്ച് ചോറുണ്ണാനായിട്ട് പറ്റും. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല സ്വാദാണ് കേട്ടോ. വേറൊരു കറിയുടെയും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ.